നമ്മൾ അടുത്ത മാസം ശിവോഹം പ്രൊട്ടക്ഷൻ ക്യാമ്പും പിന്നെ നമ്മുടെ ഭൗതി ഹീലിംഗും നടക്കുന്നുണ്ട്. എന്റെ കഴിവൊന്നുമല്ല, ഇത് സാക്ഷാൽ മഹാദേവനെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാനൊരു പാത്ത് പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു വൈറ്റ് എനർജി ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. വൈറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവന്റെ ഒരു പ്ലസൻസ് അവിടെ ഉണ്ടാവും. ഞാൻ മിക്കവാറും ശംഖിന്റെ സൗണ്ട് കേൾക്കാറുണ്ട്, ഓംകാരം കാണുന്നുണ്ട്. അതിനോടൊപ്പം ബൗദ്ധ ഹീലിംഗ് ഉണ്ട്. ബൗദ്ധ ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധമത വിശ്വാസികള് ത്രൂ മോങ്സ് വഴിയാണ് ഞാൻ അതിന്റെ എക്സ്പേർട്ട് ആയത്. പ്രതിവേട്ട ഈ ശിവോഹം പ്രൊട്ടക്ഷൻ എടുത്ത ആളുകളിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പോ ഞാൻ പലരിൽ അറിഞ്ഞതാണ്, കാരണം അവർക്ക് വസ്തു കച്ചവടം നടക്കാത്ത ആളുകളിൽ അത് നടന്നു കിട്ടുന്നു, എന്താ പറയുക, ഡിവോഴ്സ് കേസായ ആളുകളിൽ അത് തീർപ്പായി പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. PR കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്, മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നമ്മൾ അടുത്ത മാസം ശിവോഹം പ്രൊട്ടക്ഷൻ ക്യാമ്പും പിന്നെ നമ്മുടെ ഭൗതി ഹീലിംഗും നടക്കുന്നുണ്ട്. അപ്പോ ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ചിത്ര, ഈ ശിവോഹം പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഫീൽഡ് നിൽക്കുമ്പോൾ നമ്മുടെ ഷൂട്ട് അല്ലെങ്കിൽ ബിസിനസ് മീറ്റ് പല കാര്യങ്ങൾ കൊണ്ട് ഒരു ദിവസം നമുക്ക് ലിമിറ്റഡ് കോൾസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ്ലി വന്ന് ഫിസിക്കലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ബൗദ്ധ ഹീലിംഗും ശിവോഹം പ്രൊട്ടക്ഷനും. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ചാനലാണ്, ഞാനൊരു ചാനലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കഴിവൊന്നുമല്ല, ഇത് സാക്ഷാൽ മഹാദേവനെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാനൊരു പാത്ത് പറഞ്ഞു കൊടുക്കും. ആ പാത്തിലേക്ക് ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നവർക്ക് സഹസ്രാരത്തിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്, തേടയിൽ ഫ്രിക്ഷൻ ഉണ്ട്, ബോഡിയിൽ ടോട്ടലി ഒരു എനർജി കൺസീവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് എനർജി ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. വൈറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവന്റെ ഒരു പ്ലസൻസ് അവിടെ ഉണ്ടാവും. പ്രസൻസ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പ്രദീപ് ജി, ഞാൻ മിക്കവാറും ശംഖിന്റെ സൗണ്ട് കേൾക്കാറുണ്ട്, ഓംകാരം കാണുന്നുണ്ട്. പിന്നെ ദശനാഥങ്ങളിൽ ഒന്നാണ് പുല്ലാങ്കുഴൽ കേൾക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ക്രിയായോഗം നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കാണാൻ പറ്റും. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ അവർക്ക് നമ്മളെ കൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഈ ശിവോഹത്തിൽ വരുന്നവർക്ക് അവരുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ടോക്സിക് റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും അവരെന്താണോ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യം നടന്നു വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എത്രയോ പേർക്ക് PR കിട്ടുന്നതും. 2, വസ്തു കൊടുക്കാൻ എത്രയോ വർഷമായിട്ട് ഓടിയിടുന്ന ആൾക്കാരുണ്ട്, കേസിന്റെ പുറകെ നടന്നവരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര കണ്ണുനീരോടെയാണ് വിളിക്കുന്നത്. അപ്പം സന്തോഷമുള്ളത് കേൾക്കുമ്പോൾ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ടോക്സിക് എനർജി നെഗറ്റീവ് എനർജി റിമൂവ് ആവും. അപ്പോൾ ഇവിടെ നടക്കുന്ന ഫിസിക്കൽ ക്യാമ്പിൽ ചിത്ര ശിവോഹം പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മഹാഗുരു പ്രൊട്ടക്ഷൻ നമ്മൾ ഡയറക്റ്റ്ലി പൂർണ്ണമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി അവർക്കൊരു പ്രസൻസ് മനസ്സിലാക്കി കൊടുക്കും. അതിനോടൊപ്പം ബൗദ്ധ ഹീലിംഗ് ഉണ്ട്. ബൗദ്ധ ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധമത വിശ്വാസികള് ത്രൂ മോങ്സ് വഴിയാണ് ഞാൻ അതിന്റെ എക്സ്പേർട്ട് ആയത്. ഒരാളെ നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് ഹീൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹീലിംഗിനകത്ത് ബോഡിയിൽ എന്തെങ്കിലും സോൾ പ്രസൻസ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കില്ല. ബാക്കി എന്താണെങ്കിലും സോൾ പ്രസൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു എക്സ്പേർട്ടിന്റെ അടുത്ത് പോയിട്ട് വരാൻ പറയും. ബാക്കിയുള്ള എന്ത് ഹീലിംഗ് ആണെങ്കിലും പൂർണ്ണമായിട്ടും, അതായത് കോൺഫിഡൻസ് ഇല്ലായ്മ, ഒരു മെന്റൽ വെൽബീയിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഭവമാണ് ബൗദ്ധ ഹീലിംഗ് എന്ന് പറയുന്നത്. വർഷങ്ങൾ കൊണ്ട് മനസ്സിൽ കിടക്കുന്ന ട്രോമ, ഈ ട്രോമയെ പൂർണ്ണമായിട്ടും മാറ്റുന്നതിനുള്ള ഒരു സ്റ്റെപ്പാണത്. അതിനോടൊപ്പം ഒരു സംരക്ഷണ കവചം മഹാദേവന്റെ ശിവോഹം പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ലൈഫ് അവിടെ പൂർണ്ണതയിലേക്ക് എത്തും എന്നുള്ളതാണ് വിശ്വാസം. അതും നിയോഗമുള്ളവർക്ക് മാത്രമേ എത്താൻ പറ്റൂ. വരേണ്ടവർ വരട്ടെ, അതും യോഗ്യത ഉണ്ടാവും. എല്ലാവരെയും അതിലേക്ക് വിളിക്കില്ല. കാരണം സംസാരിക്കുമ്പോൾ ഒരാൾ കോൾ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും എനർജി മനസ്സിലാവും. ആ എനർജി ഫ്രീക്വൻസിയിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ചിത്ര ചോദിച്ചതിനുള്ളൊരു ആൻസർ. അതെ, എല്ലാവർക്കും ഒരു യോഗം ഉണ്ടാവട്ടെ. നമ്മുടെ ബൗദ്ധ ഹീലിംഗിനും ശിവോഹം പ്രൊട്ടക്ഷൻ ക്യാമ്പിനും എത്താനുള്ള ഒരു യോഗം ഉണ്ടാവട്ടെ. എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെ? അതെ, നന്ദി. താങ്ക് യു.